നമസ്കാരം. ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ഒരു സിനിമയുണ്ട്. ഡയമണ്ട് നെക്ലേസ് എന്നാണ് ആ സിനിമയുടെ പേര്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കാണുക. വലിയ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന, ഒരുപാട് സ്ത്രീധനമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ഫഹദ് ഫാസിലിൻ്റെത്. അങ്ങനെ ഫഹദ് ഫാസിൽ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിക്കുന്ന നായിക കഥാപാത്രം എന്ന് പറയുന്നത് അനുശ്രീയാണ്. അനുശ്രീയെ കല്യാണം കഴിച്ച സമയത്ത് ഫഹദിന് നമ്മുടെ നായികയുടെ അച്ഛൻ ശിവജി ഗുരുവായൂര് അദ്ദേഹം കുറച്ച് സ്ത്രീധനമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊരു പഴയ മാരുതി 800ഉം അതുപോലെ തന്നെ കുറച്ച് നെൽവയലും കുറച്ച് രൂപയും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ഫഹദ് വല്ലാതെ പ്രതീക്ഷിച്ചിട്ടാണ് ആ കല്യാണം കഴിക്കുന്നത്. കിട്ടിയതാണെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് ആർക്കും വേണ്ടാത്ത നെൽവയലും പഴയ മാരുതി 800ഉം ഒക്കെയാണ്. ഈ കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെന്തോ വലിയ സംഭവമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഫഹദിന്റെ ഭാര്യയായിട്ടുള്ള നായിക കഥാപാത്രമായിട്ടുള്ള അനുശ്രീ ഫഹദിനോട് ചോദിക്കുന്നുണ്ട്, അരുണേട്ടന് സന്തോഷമായില്ലേ എന്നൊരു പ്രത്യേക മുഖഭാവത്തിൽ അവരിങ്ങനെ വല്ലാത്ത സന്തോഷത്തോടു കൂടിയാണ് ഫഹദിനോട് ചോദിക്കുന്നത്. എന്നാൽ ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ഫഹദ് മറുപടിയൊന്നും പറയാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാനിത് പറഞ്ഞത് ഈ അനുശ്രീയുടെ മുഖഭാവമാണ് ഇപ്പോൾ ചില സംഘപരിവാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒക്കെ മുഖഭാവം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ മുഖഭാവം ഒക്കെ കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും. അവരങ്ങനെയാണ്, സന്തോഷമായില്ലേ എന്ന രീതിയിലുള്ള ഒരു നിപ്പൊക്കെയാണ് നിൽക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ അനുമതി കിട്ടി. ഒന്ന് നോക്കണേ. ഞാൻ ചിന്തിച്ചു, 1947 മുമ്പുള്ള ഒരു കാലയളവിലാണോ ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ എന്ന് തോന്നിപ്പോയി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്, ജനാധിപത്യ രാജ്യത്തിന്, സ്വതന്ത്ര രാജ്യത്തിന് അമേരിക്കയുടെ അനുമതി വേണം. ആ അനുമതി നരേന്ദ്രമോദി പ്രത്യേകമായി ഇടപെട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചു. അതിന്റെ ഒരു അഹങ്കാരമാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക്, താഴെക്കിടയിലുള്ള ആളുകൾക്കുമുണ്ട്. ഞങ്ങളത്ര മോശക്കാരൊന്നുമല്ല. ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഒരു പ്രശ്നമുണ്ടായപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അച്ചായന്റെ കയ്യിൽ നിന്ന് അനുമതി വാങ്ങിച്ചു ഞങ്ങളുടെ 56 ഇഞ്ച് നെഞ്ചളവുള്ള മനുഷ്യൻ എന്ന ഒരു മുഖഭാവത്തിലാണ് നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. നമ്മുടെയൊക്കെ ഒരു ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അനുമതി ഇല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോയി. അതിൽ അഭിമാനിക്കുന്ന കുറച്ച് ആളുകൾ ഈ രാജ്യത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ആ ഗതികേട് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം തോന്നിപ്പോവുകയാണ്. എന്തായാലും ഇവിടെ 250ഓളം കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതിന്റെ ഭാഗമായി ഇപ്പോൾ അത് നടുക്കടലിൽ പെട്ടുപോയിട്ടുള്ളത്. 23,000ഓളം നാവികരും കുടുങ്ങിക്കിടക്കുകയാണ്. സഹായം അഭ്യർത്ഥിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാം, തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞങ്ങളുടെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. 87ലധികം വരുന്ന നാവികർ കൊല്ലപ്പെട്ടത്, അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ്. ഇന്ത്യ US ചോദിക്കണം, അമേരിക്കയോട് ചോദിക്കണം. അമേരിക്കയിൽ നിന്ന് പ്രത്യേക ഉത്തരവൊക്കെ വാങ്ങാൻ കഴിവുള്ള വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ചോദിക്കണമെന്നാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ കപ്പൽ ആക്രമിക്കപ്പെട്ടത്, ഞങ്ങളുടെ നാവികർ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ്, ഇന്ത്യയുടെ അതിർത്തിയിലാണ്. എന്തിന് ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറി അമേരിക്ക ഇത്തരത്തിലൊരു പണി ചെയ്തു, ഇത്തരത്തിലൊരു നീചകൃത്യം ചെയ്തു? ചോദിക്കേണ്ടത് ഇന്ത്യയാണ്. ചോദിച്ചാൽ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യക്ക് സഞ്ചരിക്കാം, ഇന്ത്യൻ കപ്പലുകൾക്ക് സഞ്ചരിക്കാം. ഇന്ത്യൻ കപ്പലുകൾ നടുക്കടലിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പ്രിയപ്പെട്ട സംഘമിത്രങ്ങൾ, പ്രധാനമന്ത്രിയോട് പറയണം ആ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമുണ്ടാക്കാൻ. ആ വിഷയത്തിൽ കൂടെ അമേരിക്കൻ പ്രസിഡന്റിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്താൻ സംഘമിത്രങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് അക്കാര്യം പറഞ്ഞ് കാര്യങ്ങൾ ഒന്ന് പരിഹരിക്കാൻ
ഒരു തീരുമാനത്തിലെത്താൻ പറയണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.